ഹായ് ഓൾ. എൻജിനീയറിംഗ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എൻജിനീയർ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു KSEBിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരള PSCയിൽ കയറി പറ്റാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് പ്രിൻസി ആൻ്റൺ. ഗേറ്റിന് നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് 90 മേടിച്ചിട്ടുണ്ട്, 120 മേടിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ വർഷങ്ങളിലും കൊറോണ വരെയൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എഴുതാറില്ല, ഇനിയിപ്പോൾ എഴുതി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതാണ് ഗേറ്റിൻ്റെ റാങ്കിനെ കുറിച്ച്. പിന്നെ ESC ഒക്കെ എഴുതി പാസ്സായിട്ടുണ്ട്, എൻജിനീയറിംഗ് സർവീസ്. ഇപ്പോൾ IES എന്നായിരുന്നു പണ്ടത്തെ പേര്, ഇപ്പോൾ ESC എന്നൊക്കെയാണ്. ESC നമ്മുടെ എക്സാംസ് ഒരു 3 തവണ ക്ലിയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പറയുന്ന KSEB AE അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റൻ്റ് പ്രൊഫസർ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വരുന്ന ലെക്ചർ ഇൻ പോളിടെക്നിക്ക്, ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കലുകാർക്കും EC-ക്കാർക്കും ഒക്കെ ഉള്ളത്. ശരിയല്ലേ? അപ്പോൾ ഇവരുടെ എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിനായിട്ട് ഒരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയാം. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 2010 തിരുവനന്തപുരത്ത് വന്ന് ഈ പറയുന്ന ഗേറ്റിൻ്റെ കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2014 ആയ സമയത്ത് ഈ പറഞ്ഞ KSEBയുടെ, അന്ന് നമ്മൾ കോച്ചിങ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ KSEBയുടെ എക്സാമിന് വേണ്ടി എൻ്റെ ഗേറ്റ് പഴയ സ്റ്റുഡൻസുകളൊക്കെ തന്നെ ഓടി വന്നിട്ട്, സാറേ നമുക്ക് പരീക്ഷ വരുന്നുണ്ട് ഒരാഴ്ച കഴിയുമ്പം, അപ്പോൾ സാറിന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വളരെ റിക്വസ്റ്റോടെ വന്നു. അന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു 6 ദിവസം പഠിപ്പിച്ചു. അന്നുണ്ടായത് എന്താ ചോദിച്ചാൽ, പഠിപ്പിച്ചത് 6 പേരായിരുന്നു. അതിൽ 3 പേരോളം അതിനകത്ത് കയറുകയും 3 പേരോളം ക്വാളിഫൈഡ് ആവുകയും ചെയ്തു. ഞാൻ എൻ്റെ ഇത് മെയിനായിട്ട് പറയട്ടെ. ഈ പറയുന്ന 6 ദിവസം നമ്മൾ ആ പണ്ട് കാലത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു അന്നത്തെ. ഇന്നൊന്നും അതാരും യൂസ് ചെയ്യാറില്ല. ഒരു പഴയകാല ഈ പറയുന്ന KSEBക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. അന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മിഷൻസൊക്കെയാണ് അന്ന് കൂടുതൽ. ആ ഒരു പാറ്റേൺ ഞാൻ എടുത്തു വെച്ച് ആ പാറ്റേണിൽ വന്ന ക്വസ്റ്റ്യൻസ് മാത്രം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മിഷൻസിൻ്റെ തന്നെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. നമ്മുടെ എൻജിനീയറിംഗ് സർവീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ഇന്ന് കാലത്തെ വെച്ച് ചിന്തിക്കാനേ പറ്റില്ല, കാരണം പ്രോബ്ലംസ് ഇല്ല, വളരെ റെയർ ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് തിയറി മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഞാൻ പറയാലോ, ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അതേ രീതിയിലായിരുന്നു പരീക്ഷ വന്നത്. ഈ പറഞ്ഞ സത്യത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ഇവരൊന്നും വേറെ പ്രിപ്പയർ ചെയ്തതൊന്നുമല്ല. പക്ഷേ ആ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ അവർക്ക് എന്തായി കിട്ടിയെന്നറിയോ, KSEBിൽ 3 പേര് കയറി 3 പേർക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റും. ഈ 3 പേരുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അവർ മുഴുവൻ ക്ലാസ്സും പങ്കെടുത്തുള്ള എന്നുള്ളൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ അവർ കയറിപ്പോയാലെന്ന് ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇപ്പോൾ വേറൊരു കഥ പറയട്ടെ. 2023 നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും നമ്മുടെ PWD AE ആയിട്ടുള്ള ഒരു എക്സാമൊക്കെ വന്നായിരുന്നു. ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടൊരു, പിന്നെ ഏതായിരുന്നു മറ്റേ വേറെ എക്സാമുകളുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, KSEB AE ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വന്ന് നമ്മുടെ മറ്റേ ഹിന്ദുസ്ഥാൻ ലാറ്റക്സോ അതുകൂടെയൊക്കെ ചേർന്ന് 4 എക്സാംസ് കമ്പൈൻഡ് ആയിട്ടാണ് എക്സാം നടന്നത്. എൻ്റെ കുട്ടികൾ 70 to 80 വരെയൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ചത് 300ഓളം കുട്ടികൾ. പക്ഷേ സത്യത്തിൽ ഞാൻ പറയാമല്ലോ, വളരെ കുറച്ച് കുട്ടികൾ, 10 പേരോ 12 പേരോ അങ്ങോട്ടാണ് ആകെ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്വാളിഫൈഡ് ആയി അകത്ത് കയറിയത്. ഞാനിത് തന്നെ പറഞ്ഞറിയോ, ഇതെന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഴയകാല ചിന്തയിലാണ് നമ്മൾ ക്ലാസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് ആകെ നമ്മൾ ചെയ്തത് ആ ലാസ്റ്റ് ഒരു 15 days ലൈവ് കൊടുത്തു, ബാക്കിയുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് കൊടുത്തു. നമ്മൾ എക്സാംസ് ഒന്നും അത്ര കാര്യമായിട്ട് കണ്ടില്ല, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പറയുന്ന ഇപ്പോഴത്തെ കാലത്തെ എക്സാംസ്, അന്നത്തെ റിസൾട്ട് എനിക്കറിയാം. എനിക്ക് ക്വാളിഫൈഡ് ആയ ഒത്തിരി കുട്ടികളെ അറിയാം. അതിൽ കൂടുതലും നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ പറയുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം. എന്നാലും ഞാനിത് പറയാൻ കാരണം എന്നറിയോ, ഇന്നത്തെ കോമ്പറ്റീഷൻ വളരെ ഹൈയാണ്, വളരെയധികം ഹൈയാണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം. ലാസ്റ്റ് തോന്നത്തെ നമ്മുടെ AP എക്സാം എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാം. ഞാൻ പറയാമല്ലോ, ഞാൻ എല്ലാ വർഷവും ഗേറ്റ് എഴുതുന്നുണ്ട് അറിയാം. ഗേറ്റിൻ്റെ ഏകദേശം അതേ ലെവലിലാണ്.
അല്ലെങ്കിൽ ഗേറ്റിനേക്കാൾ ലെവലാണെന്ന് വേണേൽ ഞാൻ പറയാം. കാരണം എൻ്റെ അറിവിൽ 23 തൊട്ട് തുടങ്ങി ഒരു 35 വരെയൊക്കെ പിള്ളേർ നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടൊക്കെ വന്നേക്കുന്നവർക്കൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചാൽ, ഈ പറയുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന PSC തന്നെ ഫോഴ്സ്ഫുള്ളി, കേരള PSC ഫോഴ്സ്ഫുള്ളിയാണ് ഇതിങ്ങനെ ടെക്നിക്കൽ എക്സാം മാറ്റുന്നത്. കാരണം ഇത് മുമ്പേ നമ്മൾ പറഞ്ഞ എക്സാം ഉണ്ടല്ലോ, ഈ PWDയിൽ അതിൽ 80 മാർക്കൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ 80 മാർക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ വളരെ ഹൈ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ആ പറയുന്ന ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ കുട്ടികളെ വിവേചിച്ചറിയാൻ വേണ്ടി എക്സാമിൻ്റെ ടഫ്നെസ് കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന പോലത്തെ പരീക്ഷകൾക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീഷൻ ലെവലിൽ ഹൈ ആയിട്ട് തന്നെ വേണം പഠിക്കാൻ, അല്ലെങ്കിൽ ആ ലെവൽ നോക്കിയിട്ട് തന്നെ വേണം പഠിക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയും, ഇവിടെ നമ്മൾ ഒരു 4-5 സ്ട്രാറ്റജീസാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഞാനപ്പം പറയുന്നത് ഇതെൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ യു ഷുഡ് ഹാവ് എ നോളജ് അബൌട്ട് സിലബസ്. ഇതിന് കാരണം പറഞ്ഞാൽ നമ്മൾ എലിയെ കൊല്ലുന്നത് കൂടെ കൊണ്ടല്ലെന്ന് പറയുന്നവരാണ് നമ്മൾ. ഈ പറയുന്ന ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് EMD പോയി പഠിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതുപോലത്തെ പേപ്പറുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ലാസ്റ്റ് നമ്മുടെ എക്സാംസുകൾക്ക് ടഫ്നെസ് കൂടിയോണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന എളുപ്പം കിട്ടാവുന്ന ഈ പറയുന്ന ഡിജിറ്റലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോർഷൻസ് മാത്രം പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ചിന്തിക്കുക വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ പവർ സിസ്റ്റം ഈ ലാസ്റ്റ് നമ്മുടെ AP എക്സാമിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പവർ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ആ തോണ് നമ്മുടെ ഈ പറഞ്ഞ മെഷീൻസ് ഒക്കെ ആയിരുന്നു. നമുക്ക് പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഈ പവർ സിസ്റ്റത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കയറി തൊടുകല. എന്നാൽ ഞാൻ പറയാലോ, ഈ പറഞ്ഞു വന്ന നമ്മുടെ EMD ഒക്കെ നമ്മൾ സെലക്റ്റഡ് ആയിട്ട് തന്നെ വേണം പഠിക്കാൻ. ഈ പറഞ്ഞ അനലോഗ് ഇലക്ട്രോണിക്സ് കൂടുതലായിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ അത് ആരും എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല, ഇത് കുറവായിരിക്കും എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് വളരെ വളരെ ഹൈ ആയിരുന്നു AP എക്സാമിനൊക്കെ. ഇതെന്താ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് ടോട്ടലി ഒരു പേപ്പർ വിടാൻ വേണ്ടിയല്ല. സിലബസ് നമ്മൾ പഠിക്കേണ്ട ചില സ്ഥലങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ മേക്ക് എ സ്റ്റഡി പ്ലാൻ. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് രണ്ടാമത്തെ ഇതിലെഴുതാം, മേക്ക് എ സ്റ്റഡി പ്ലാൻ. ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷന് വേണ്ടി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ലേ ഈ എക്സാം ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാമല്ലോ, എവറി ഡേ യു ഷുഡ് സ്റ്റഡി. അതിന് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. ഈ കൺസിസ്റ്റൻ്റ് എന്നുള്ള വേർഡ് ഇല്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. കാരണം ഇന്നത്തെ കാലത്തെ കോമ്പറ്റീഷൻ അതുപോലെ ഉണ്ട്. ഈ വേർഡിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷുഡ് ഹാവ് എ സ്കെഡ്യൂൾ. ഈ സ്കെഡ്യൂൾ തയ്യാറാക്കാൻ പറ്റുകയും ആ സ്കെഡ്യൂൾ തന്നെ പഠിക്കുകയും, പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇവിടെ ആയാലും എവിടെയായാലും ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ ആഴ്ചയിലും എക്സാം എഴുതിയിരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ കാരണം, അല്ലാതെ ഒന്നും ഈ പറഞ്ഞ എക്സാംസ് ഇനിയും ക്രാക്ക് ചെയ്യാൻ ചിന്തിക്കേണ്ട. അതിപ്പോൾ ഗേറ്റിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ എക്സാമിനാണെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സാം ഡെയിലി അല്ലെങ്കിൽ വീക്കിലി എഴുതാൻ പറ്റണം. ആ പഠിക്കുന്ന പോർഷൻ്റെ അത് കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് പ്രാക്ടീസ് മോക്ക് എക്സാംസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, BTECിന് ഇപ്പം നമ്മളൊരു പഠിക്കുകയാണെങ്കിൽ കുറച്ച് എസ്സയോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഗേറ്റിന് പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയാലോ, നമ്മൾ പറയുന്ന മെയിനായിട്ട് പ്രോബ്ലമാറ്റിക്കായിട്ട് മാത്രം പഠിക്കുക. എന്നാൽ ഇവിടെ ഞാൻ പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന AP ബേസിസിലാണ് പറയുന്നത്. AP എന്ന് പറയുന്നത് ടെക്നിക്കലായിരുന്നു, പക്ഷെ തിയറിപരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താണ്, ഒരു അനലിറ്റിക്കൽ തിയറി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്ത് ആൻസർ കണ്ടെത്താനല്ല അത് അനലിറ്റിക്കൽ. ഈ തിയറി ബേസ്ഡ് അനലിറ്റിക്കൽ വളരെ ടഫാണ്. എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് എ ഡീപ്പ് നോളജ് ഇൻ ദെയർ. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ആസ്പയർ ഒരു 15 ഇയേഴ്സ് ഗേറ്റിന് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം, ഈ പറയുന്ന തിയറി ബേസിൽ നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
ഈ സബ്ജക്റ്റ് മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റിനെയും എന്താണ് ഇൻഡെപ്തിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പരിപാടിക്ക് നിൽക്കാതിരിക്കും നല്ലത്. കാരണം അത്രയും കോമ്പറ്റീഷൻ ഇന്നത്തെ കാലത്തുണ്ട് ഷുവറായിട്ടും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, 4ാമത്തെ പോയിന്റ് പറയുന്നു, റെഫർ ഗുഡ് ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് പറയുമ്പോൾ ഞാൻ പറയുന്ന ആരെന്ന് പറയുമോ, യു ഷുഡ് ഹാവ് എ നോട്ട്സ്. ഈ നോട്ട്സിലോട്ട് ആദ്യം ക്ലാസ്സസോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്ലാസ് അല്ലെങ്കിൽ എവിടുത്തെ ക്ലാസ്സസ് ആണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാസ് ഒരു മെൻറ്റർ വഴിയായിട്ട് കിട്ടുന്ന ക്ലാസ്സസോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എവിടുന്നെങ്കിലും പ്രിപ്പയർ ചെയ്തുണ്ടാക്കുന്ന ക്ലാസ് ഈ പറയുന്ന നോട്ട്സ്, ഈ നോട്ട്സ് അത് സെൽഫായാലും മതി. പക്ഷേ യു ഷുഡ് മേക്ക് ദാറ്റ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷയുടെ ദിവസം പോയി നമ്മൾ തന്നെ പറയാം ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് തരില്ലോ നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോകാൻ പോകുന്നത്. അതും എല്ലാ എഞ്ചിനീയറിങ്ങിൻ്റെ മുഴുവൻ പേപ്പറോടെ വരുന്ന സമയത്ത്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഗുഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ്സുകൾ അതുകൂടെ ഈ പറയുന്ന നമ്മൾ ഈ ക്ലാസ് റൂമിലാണെങ്കിൽ പോലും ഞാൻ ഉറപ്പിച്ച് പറയുന്നത് 100% അവിടെ നിന്ന് കിട്ടുന്നു. നമുക്ക് ഈ പറയുന്ന എക്സാംസ് എഴുതുന്ന കാര്യം പറഞ്ഞു, ആ എക്സാംസ് എഴുതുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മുടെ നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്യുകയും കൂടെ നല്ല ഗുഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് കിട്ടുന്നത് കൂട്ടുന്ന ആഡ് ചെയ്ത് പോയാൽ അത് ഇറ്റ് വിൽ മേക്ക് എ ബിഗ് സെൻസ്. ആഡ് ചെയ്ത് തന്നെ വേണം പോകാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ 4ാമത്തെ പോയിന്റാണ് പറഞ്ഞത്. ഇനിയും പറയുന്ന 5ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് വന്ന് റിവൈസ്. ഇതിന് വേറെ ഇതൊന്നുമില്ല. അതിന് കറക്റ്റ് പറഞ്ഞാൽ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് കട്ടയ്ക്ക് എല്ലാ ദിവസവും കൃത്യതയോടെ ഒരു സമയത്ത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഇനി ഒരു കാര്യം പറയട്ടെ, AI എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്താൽ ആ സമയത്ത് ഈ യൂണിവേഴ്സ് നിങ്ങളോടുണ്ടാവും, നിങ്ങൾക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രാക്ടീസ് ചെയ്യാത്ത ഒരുത്തൻ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഞാൻ ആദ്യം തൊട്ട് നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതെന്തിനാണ് നിൽക്കരുതെന്ന് പറയുന്നതെന്നറിയോ? വെറുതെ ആരെയെങ്കിലും ബോധിപ്പിക്കാൻ ചെയ്യുന്ന ഒരു പണിയാകരുത് ഇത്. ഞാൻ ഡിവോട്ട് മൈസെൽഫ് ടു ദാറ്റ് എന്നൊരു ഫീലുണ്ടെങ്കിൽ ഈവൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റ് ദാറ്റ് എക്സാമിനേഷൻ, ഞാൻ പറയുന്നത് ദൈവം വേറെ തന്നോളൂ നിങ്ങൾക്ക് അവിടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയുമല്ലോ, ക്ഷത്രിയ ജന്മമാണെന്നേ പറയുള്ളൂ, വീരജന്മമാണെന്നേ പറയുള്ളൂ. എന്നാ യുദ്ധക്കളത്തിൽ മരിച്ചു വീണാലും. പക്ഷെ അത് ചെയ്തിട്ടായിരിക്കണം, അല്ലാതെ ചുമ്മാ ആയിരിക്കരുത്. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് പൂർണ്ണതയോടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ പറയാം, ഈവൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ്, നമുക്ക് വേറെ ദൈവം വെച്ചിട്ടുണ്ടാവും, നല്ലത് തന്നെ. അപ്പോൾ എനിവേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ലാസ്റ്റ് പോയിൻ്റായിട്ട് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. നല്ലതുപോലെ എപ്പോഴും പഠിച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കുക. ആ നോട്ടിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുക. അതിന് എപ്പോഴും റിവൈസ് ചെയ്യുക. അത് മാത്രം മതിയാവും നല്ല റാങ്ക് മേടിക്കാൻ. ഈ പറയുന്ന നല്ലൊരു എന്നാ പറയുന്നത് ഭാവി നിങ്ങൾക്ക് ഈ പറയുന്ന അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. കൂടെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പ്രാക്ടീസിൽ എല്ലാ ആഴ്ചയും എക്സാംസും ലൈവ് ക്ലാസ്സസും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ക്ലാസ്സസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലും എല്ലാവർക്കും എന്താ പറയുന്നത് ആശംസകൾ വരുന്നതിന് വേണ്ടി. അപ്പോൾ എനിവേ ബാക്കിയെല്ലാം നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.